السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമെന്ന മിമ്പറിൻ്റെ ഉപദേശം ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു പരിശുദ്ധമാക്കിയ ദുൽഖഅദ് മാസത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം ഈ 3 മാസങ്ങൾ ഹജ്ജിൻ്റെ മാസങ്ങളാണ്. ഹജ്ജിനെക്കുറിച്ചും അതിൻ്റെ കർമ്മങ്ങളെക്കുറിച്ചും പറയുമ്പോൾ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി ഹാജറ ബീബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ചരിത്രം ഓർക്കാതെ നമുക്ക് ഹജ്ജ് സ്മരിക്കുവാൻ സാധ്യമല്ല. സംഭവബഹുലമായ ജീവിതം മാതൃകയാക്കണമെന്നും പകർത്തണമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുമുണ്ട്. ഖുർആനിലെ 60-ാം അധ്യായം സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ വചനത്തിൽ പറയുന്നു, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയുണ്ട്, ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിം നബിയിലും ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ച ആളുകളിലും. 16-ാം അധ്യായം സൂറത്ത് നഹ്ലിലെ 123-ാമത്തെ വചനത്തിലും ഇതേമാതിരിയുള്ള കൽപ്പനയുണ്ട്. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. പിന്നെ നിനക്ക് നാം വഹി നൽകി, അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, മാർഗം നീ പിന്തുടരണം, ഹനീഫൻ, നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനായി. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാതൃക നമ്മൾ പിൻപറ്റണം, ജീവിതത്തിൽ അത് പകർത്തണം. ആരാണ് ഇബ്രാഹിം നബി? അബ്രഹാം എന്ന് ബൈബിളിലും ഇബ്രാഹിം എന്ന് ഖുർആനിലുമൊക്കെ വിശേഷിപ്പിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാനവ കുലത്തിൻ്റെ നേതാവാണ്. മുസ്ലിം, ജൂത, ക്രൈസ്തവർ എല്ലാവരും അംഗീകരിക്കുന്ന നേതാവാണ് അദ്ദേഹം. മാനവരാശിയിലെ ഓരോരുത്തർക്കും
പകർത്താവുന്ന ഒട്ടനേകം മാതൃകകൾ, ജീവിത മാതൃകകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. BC 2200 പുരാതന ഇറാഖിലെ ബാബിലോണിയ എന്ന പട്ടണത്തിലെ ഊർ എന്ന സ്ഥലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച കാലഘട്ടം, ജീവിച്ച രാജ്യം ഒക്കെ തന്നെ മതപരവും സാംസ്കാരികവുമായി അധപ്പതിച്ച ഒരു സമൂഹമായിരുന്നു. മരിച്ച മഹാത്മാക്കളുടെ പ്രതിമകളും ബിംബങ്ങളുമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരുന്നു അത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ് ആസർ അത്തരം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ഈ സമ്പ്രദായങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ, പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇത്തരം പ്രവർത്തനങ്ങളോട്, ഇത്തരം ചെയ്തികളോട് വെറുപ്പായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നതായിട്ട് ഖുർആനിൽ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 52-53 വചനങ്ങളിൽ പറയുന്നുണ്ട്. ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ. അദ്ദേഹം തൻ്റെ പിതാവിനോടും തൻ്റെ സമൂഹത്തോടുമൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളും പ്രതിമകളും രൂപങ്ങളുമൊക്കെ അതിൻ്റെ അവസ്ഥ എന്താണ്? എന്താണത്? എന്തിനാണ് നിങ്ങൾ അതിനെ ആരാധിക്കുന്നത്? ആ സമൂഹം അതിന് നൽകുന്ന മറുപടി, ഖാലു വജദന ആബാഅനാ ലഹാ ആബിദൂൻ. ഞങ്ങളുടെ പൂർവികന്മാരായ ആളുകൾ ഇതിനെ ആരാധിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളും ഇതിനെ ആരാധിക്കുന്നത് എന്നാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ, പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇത്തരം സമ്പ്രദായങ്ങളോട് വെറുപ്പായിരുന്നു, ഇഷ്ടക്കേടായിരുന്നു. അങ്ങനെ പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു പ്രവാചകനായി നിയമിച്ചു. വലഖദ് ആതൈന ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബൽ. ഇബ്രാഹിം നബിക്ക് വളരെ മുമ്പേ തന്നെ നാം അദ്ദേഹത്തിന് തഞ്ചേടം നൽകിയിട്ടുണ്ട്. വകുന്ന ബിഹി ആലിമീൻ. അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നതാണ് എന്നാണ്. പ്രവാചകനായി നിയോഗിച്ചപ്പോൾ ആദ്യമായി അദ്ദേഹം പ്രബോധനം നടത്തുന്നത് തൻ്റെ പിതാവിനോടാണ്. പിതാവ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഈ ബിംബങ്ങളെ ആരാധിക്കലും ബിംബങ്ങളുടെ വിൽപ്പന നടത്തലുമൊക്കെ തെറ്റാണ് എന്ന് പിതാവിനോട് അദ്ദേഹം ആദ്യമായി ഉണർത്തുകയാണ്. യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബഇനി അഹ്ദിക സിറാത്തൻ സബിയ്യ. 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 43-ാമത്തെ വചനത്തിൽ അത് കാണാം. ഓ പിതാവേ, എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വിജ്ഞാനം ലഭിച്ചിരിക്കുന്നു. മാ ലം യഅതിക, താങ്കൾക്ക് ലഭിക്കാത്ത വിജ്ഞാനം. പിതാവിനെ അദ്ദേഹം വളരെ ഭവ്യതയോടുകൂടി, വളരെ ബഹുമാനത്തോടു കൂടിയാണ് അഭിസംബോധന ചെയ്യുന്നത്. പിതാവിനുള്ള അറിവും ബഹുമാനവുമൊക്കെ വകവെച്ച് കൊടുത്തിട്ട്, അതിനെ അംഗീകരിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടാത്ത അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫത്തബൈനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. നിങ്ങൾക്ക് അഹ്ദിക സിറാത്തൻ സവിയ്യ, നേരായ ഋജുവായ മാർഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പ്രബോധനത്തിലെ ഒരു വളരെ നല്ല ഒരു ശൈലിയാണ് ഇബ്രാഹിം നബിയോട് സ്വീകരിച്ചിട്ടുള്ളത്. ആരോടാണോ പ്രബോധനം ചെയ്യുന്നത് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിന് ശേഷം, അവർക്കുള്ള അറിവുകളൊക്കെ അംഗീകരിച്ചു കൊടുത്തതിന് ശേഷം, നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരറിവ് എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനം നടത്തുന്ന പ്രബോധനത്തിൻ്റെ ഒരു പ്രത്യേക ശൈലി. മതം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, മതം എന്നുള്ള സതുപദേശമാണ്. അദ്ദീനു അൻ നസീഹ. മതം എന്ന് പറയുമ്പോൾ അത് സതുപദേശമാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോടും ഹാറൂൻ നബിയോടും ഫിറഔൻ്റെ അടുത്ത് പോയിട്ട് പ്രബോധനം നടത്താൻ പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. വളരെ മൃദുവായ, വളരെ നല്ല വാക്കുകൾ കൊണ്ട് അവരെ നിങ്ങളിതിലേക്ക് ക്ഷണിക്കണം എന്ന്. അപ്പോൾ ഒരു പ്രബോധനത്തിൻ്റെ ശൈലി, പ്രബോധകന്മാരായ ആളുകൾക്ക് ഒരു പ്രബോധനത്തിൻ്റെ ശൈലി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്ന് നമുക്കൊരു മാതൃകയായി സ്വീകരിക്കാവുന്നതാണ്. പിതാവ് കോപിഷ്ഠനായി പ്രതികരിച്ചപ്പോൾ അദ്ദേഹം കോപിഷ്ഠനായില്ല, അദ്ദേഹം സൗമ്യനായിട്ടാണ് പ്രതികരിച്ചത്. പിതാവ് പറഞ്ഞല്ലോ, റാഹിബുൻ താൻ ആലിഹത്തി യാ ഇബ്രാഹിം ലൈലൻ തൻതഹില അർജുമൻ. എൻ്റെ മാർഗത്തിൽ നീ വിരക്തി കാണിക്കുകയാണോ ഇബ്രാഹിം? നീ അത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും, നീ എന്നെ വിട്ടു പോകണം ഇവിടെ നിന്നാണ് അല്ലേ? വീട്ടിൽ നിന്നും ആട്ടി പുറത്താക്കുക. ഇബ്രാഹിം നബി എന്താ പറയുന്നത്? സലാമുൻ അലൈക്ക്, നിങ്ങളുടെ മേൽ അള്ളാഹിൻ്റെ രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട്
പിതാവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതുമാത്രമല്ല, പിതാവിനോട് അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന പദം യാ അബച്ചി. അബച്ചി എന്ന് അറബി ഭാഷയിൽ പറയുമ്പോൾ പ്രിയ പിതാവേ, പൊന്നുപ്പ എന്ന് പിതാവിൻ്റെ ബഹുമാന പുരസ്കാരം ആദരിച്ചുകൊണ്ടാണ് ആ വിളി, അല്ലേ? അപ്പോൾ മാതാപിതാക്കളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, അവർ ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ പോലും എന്നുള്ള ഒരു മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് പഠിക്കുവാനുണ്ട് എന്ന്. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ പോലും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 23-ാമത്തെ വചനത്തിൽ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് മോശമായ ഒരു വാക്കിനെ ഉച്ചരിക്കരുത്, കയർത്തിനി സംസാരിക്കരുത്, ഛേ എന്ന വാക്കുപോലും പറയരുത്, വീടുകളിൽ നിന്ന് അവരെ നീ ആട്ടി പുറത്താക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, വളരെ മാന്യമായ, വളരെ ഋജുവായ നല്ല വാക്കുകളാണ് അവരോട് നീ പറയേണ്ടത് എന്നാണ്. ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഇടപഴകുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഒരുപാട് മാതൃകകൾ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി പിതാവിനോട് സംസാരിച്ച മാതിരി, പെരുമാറിയ മാതിരി അങ്ങനെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മാതൃകയും ഇവിടെ നമുക്ക് ഇബ്രാഹിം നബിയിൽ ദർശിക്കാം. നമ്മുടെ ആശയവും നമ്മുടെ തൗഹീദുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരാശയം ആദ്യമായി പ്രബോധനം നടത്തേണ്ടത് നമ്മുടെ വീട്ടിലും നമ്മുടെ പിതാക്കന്മാരോടും മാതാപിതാക്കളോടും ഒക്കെ തന്നെയാണ്. കാരണം അവർ സത്യം മനസ്സിലാക്കുകയും നമ്മുടെ കൂടെ വിജയം കൊയ്യുവാൻ അവരും ഉണ്ടാവണമെന്നാണ്. ആദ്യം അവരോടാണ് ചർച്ച ചെയ്യേണ്ടത്. മാത്രവുമല്ല, ശിർക്ക്പരമായ കാര്യങ്ങൾ ചെയ്യുവാൻ മാതാപിതാക്കൾ നമ്മോട് പറഞ്ഞാൽ പോലും അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു സന്ദേശവും കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. മഹാനായ സഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിൽ വളരെ പ്രയാസത്തിലായിരുന്നു, വിഷമത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് വിശ്വസിച്ചില്ല. അവർ ശപഥം ചെയ്തു. എൻ്റെ മകൻ സഅദ് ബിൻ അബി വഖാസിനോട് അവർ പറഞ്ഞു, നീ ഇസ്ലാമിൽ നിന്നും മടങ്ങുന്നത് വരെ ഒരിക്കലും ഞാൻ ഭക്ഷണം കഴിക്കില്ല, നിരാഹാര വ്രതമനുഷ്ഠിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ സഅദ് ഉമ്മാൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. അവർ കൂട്ടാക്കിയില്ല. നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങിയാൽ അല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. വല്ലാഹി യാ ഉമ്മ ലൗ കാനത് ലക്കി മിഅത്ത് നഫ്സുൻ ഫഖറജത് നഫ്സൻ നഫ്സ. നിങ്ങൾക്ക് 100 ആത്മാവുണ്ടാവുകയും ഓരോ ആത്മാവും ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കാത്തതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ മരണപ്പെട്ടു പോവുകയും ചെയ്താലും ശരി, മാ തറക്തു ദീനി ഹാദാ, ഞാൻ എൻ്റെ മതം ഉപേക്ഷിക്കുകയില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ നിരാഹാര വ്രതം നടന്ന് കിടന്ന് മരിച്ചാലും ഞാനത് പ്രശ്നമാക്കുകയില്ല. ഫക്കുലി ഇൻഷിഇതി ഔലാതോക്കലി, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാതിരിക്കാം എന്ന് പറഞ്ഞ ആദർശ ദൃഢതയുടെ ആ വാക്കാണ് നമുക്കും ഇവിടെ അനുസ്മരിക്കാനുള്ളത്. മാതാപിതാക്കളോട് ബഹുമാനവും ആദരവും വേണം. ഇപ്പം ഷിർക്ക് വെച്ചാൽ അതിന് നമ്മൾ അത് അംഗീകരിച്ച് കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു സന്ദേശവും കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ദഅവത്ത് പ്രബോധനം നടത്തുകയാണ്. അവരുടെ വിശ്വാസത്തിലെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. വ്യത്യസ്തമായ പ്രബോധന ശൈലിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നക്ഷത്രങ്ങൾ ഒരുപാട് പ്രകാശം നൽകുന്നുണ്ട്, ഇതിനെ ഞാൻ എൻ്റെ ദൈവമായി സ്വീകരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പ്രഭാതത്തിൽ അത് അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലമ്മ അഫല ഖാല ലാ ഉഹിബുൽ ആഫിലീൻ, ഞാൻ ഇങ്ങനെ അസ്തമിക്കുന്നതിനെ ഞാൻ ദൈവമാക്കാൻ കൊള്ളുകയില്ല, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെൻ്റെ ദൈവമല്ല എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ രാത്രി ആയപ്പോൾ ചന്ദ്രനെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു, ചന്ദ്രനാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. ചന്ദ്രനും അസ്തമിച്ചു പോയപ്പോൾ ഇതേപോലെ അദ്ദേഹം പറഞ്ഞു. പകൽ സൂര്യനെ കണ്ടപ്പോൾ ആദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും അസ്തമിക്കുന്നതൊന്നും ദൈവമാവാൻ കൊള്ളുകയില്ല. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാനിതാ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ഹനീഫൻ ഋജുമനസ്കനായിക്കൊണ്ട് വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുവെക്കുന്ന ആളുകളിൽ ഉൾപ്പെട്ടവനല്ല എന്നാണ്.
അല്ലേ? പിന്നീട് അദ്ദേഹം രാജ്യം ഭരിക്കുന്ന നമ്രൂദ് രാജാവുമായി സംവാദം നടത്തുന്നുണ്ട്, അല്ലേ? അദ്ദേഹം പറയുന്നു, നമ്രൂദ് രാജാവ് പറയുന്നു, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, നിന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളെ വിളിച്ചുകൊണ്ട് ഒരാളെ കൊല്ലുവാനും ഒരാളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്ത സംഭവം. അപ്പോൾ ഇബ്രാഹിം നബി പറയുന്നുണ്ട്, അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, നീ അതിനെ പടിഞ്ഞാറെന്ന് ഉദിപ്പിക്കുന്നു പറയുമ്പം അപ്പോൾ ബുഹിത്തല്ലതി കഫർ, അവൻ വാദത്തിൽ ഉത്തരം മുട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹു തന്നിലേക്ക് അദ്ദേഹത്തിൽ ഏൽപ്പിച്ച പ്രബോധനം കഴിയാവുന്നത്ര ആളുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കാതെ ഓടി നടന്നുകൊണ്ട് അദ്ദേഹം പ്രബോധനം നടത്തുകയാണ്. അപ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളും എതിർപ്പുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പിതാവിൻ്റെ വീട് വിലക്കലും നമ്രൂദിൻ്റെ അഗ്നികുണ്ഡവും നാട്ടുകാരുടെ ഭീഷണിയും ഒന്നും അദ്ദേഹത്തെ ഒട്ടും തളർത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അഗ്നികുണ്ഡാരത്തിലെറിയുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഹസ്ബി അള്ളാഹ്, എനിക്ക് അള്ളാഹു മതി, അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് ലഭിക്കും എന്നാണ്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും അള്ളാഹുവിൻ്റെ തവക്കുലും കൊണ്ടാണ് അതിനെയൊക്കെ ഇബ്രാഹിം നബി നേരിട്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈമാനും തവക്കുലും ഒക്കെ കൈമുതലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. അഭിനവ നമ്രൂദുമാർ ഇസ്ലാമിന് നേരെ തീകുണ്ടമൊരുക്കുമ്പോൾ, ഇസ്ലാമിനെ ഹോമിക്കുവാൻ വേണ്ടി തീകുണ്ടമൊരുക്കുമ്പോൾ നമ്മളിൽ നിന്നും യഥാർത്ഥ ഇബ്രാഹിം നബിയുടെ ആശയാദർശങ്ങൾ ഉണ്ടാവേണ്ട അവസരമാണ്. യഥാർത്ഥ ഇബ്രാഹിമുകൾ സമൂഹത്തിൽ നിന്നും ഉണ്ടാവേണ്ട അവസരമാണിത്, അല്ലേ? പേടിപ്പെടുത്തലുകളും ഭീഷണികളും പ്രവാചകനെന്നെയും പൊളിച്ചു നീക്കലുമൊക്കെ രാജ്യത്ത് നടക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ മാതൃക നമ്മൾ പിൻപറ്റണം. പ്രതിസന്ധികളെ ക്ഷമയോടും തവക്കുലോടും കൊണ്ട് നേരിട്ട ഇബ്രാഹിം നബിക്ക് അള്ളാഹിൻ്റെ സഹായം ലഭിച്ചു. നമ്മൾക്കും അള്ളാഹിൻ്റെ സഹായം ലഭിക്കും. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുകയും അള്ളാഹുവിൻ്റെ വിശ്വാസം നമ്മൾ കൈമുതലാക്കുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആക്രമണത്തിൻ്റെ മാർഗങ്ങളല്ല സ്വീകരിക്കേണ്ടത്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ ആരംഭം മുതൽ, ഒന്നാം ദിവസം മുതൽ തന്നെ എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് വളർന്നു വന്ന ഒരു മതമാണ്. അബൂലഹബ് തബ്ബല്ലക്ക് അലിഹാദ ജമാഅത്തന എന്ന് സഫാക്കുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ആ സമൂഹത്തിൽ പ്രവാചകനോട് മറുപടി പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ആ എതിർപ്പ്. അത് അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഓരോ എതിർപ്പുകളും ഈ മതത്തിനെ തളർത്തുകയല്ല, ഈ മതത്തിനെ വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം പ്രശ്നങ്ങളും എതിർപ്പുകളും ഉണ്ടായപ്പോഴൊന്നും തന്നെ അക്രമത്തിൻ്റെ ഒരു മാർഗം സ്വീകരിച്ചിട്ടില്ല, സംയമനത്തിൻ്റെ മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രബോധകന്മാരായ ആളുകൾ ഇബ്രാഹിം നബി സഹിച്ചതുപോലെ, ത്യജിച്ചതുപോലെ ആ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് പ്രബോധന ദൗത്യവുമായി സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കണമെന്നുള്ള സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുവാനുള്ള മറ്റൊരു മാതൃക. അതുപോലെ തന്നെ മുസ്ലിം യുവാക്കൾക്ക് ഇബ്രാഹിം നബിയിൽ വലിയ മാതൃകയുണ്ട്. പ്രവാചകനായ ഇബ്രാഹിം നബി യുവാവായിരിക്കുമ്പോഴാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത്. ഭരണകൂട ഭീകരതയെപ്പോലെ തന്നെ ഇബ്രാഹിം നബി എതിർത്ത പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പൗരോഹിത്യ ചൂഷണവും ശിർക്കുമെന്ന്, അല്ലേ? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശിർക്കൻ ആചാരങ്ങൾക്കെതിരിൽ സധൈര്യം മുന്നോട്ട് നീങ്ങിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്, നമുക്ക് ആവേശം നൽകുന്നുണ്ട്. ഇന്ന് ഇസ്ലാമിനെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടുപോകുന്ന പൗരോഹിത്യം ഒരു വശത്ത് നിറഞ്ഞാടുകയാണ്. ഇസ്ലാമിനെ മുസ്ലിങ്ങളെ മക്ബറയിലും ജാറങ്ങളിലും സലാത്ത് നഗറിലും തളച്ചിട്ടുകൊണ്ട് തൻ്റെ പൗരോഹിത്യത്തിന് വളരുവാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്, അല്ലേ? ഒരു കുഞ്ഞി പിറന്ന് അതിന് മുലപ്പാൽ ഊട്ടാൻ 5 ബാങ്കുകൾ കഴിയണമെന്ന് നിർബന്ധിക്കുന്ന പൗരോഹിത്യം. അതുപോലെ തന്നെ മക്ബറകളിലും ജാറങ്ങളിലും കൊണ്ടുപോയി അവരുടെ ആരാധനകൾ അർപ്പിക്കണമെന്ന് നിർബന്ധിക്കുന്ന പൗരോഹിത്യം. മരിച്ച മയ്യത്ത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് മറമടാതെ കാത്തിരിക്കുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലേ? അതുപോലെ തന്നെ
അതുപോലെ തന്നെ അതിലൂടെ ആത്മവിമുക്തി നേടാമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തര ഡൽഹിയിലെ ഒരു കുടുംബത്തിലെ 11 പേര് ആത്മഹത്യ ചെയ്യിപ്പിച്ച ഒരാൾ ദൈവം. ഇങ്ങനെ ആൾദൈവങ്ങളും അന്ധവിശ്വാസങ്ങളും മരങ്ങ് തകർക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പോലെ അത്തരം ഷിർക്കൻ ആചാരങ്ങൾക്ക് എതിരിൽ അണിനിരന്നുകൊണ്ട് സമരം ചെയ്യാൻ യുവാക്കളായ ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരേണ്ട ഒരു സമയമാണ്. ഒറ്റക്ക് ഒരു സമൂഹത്തിൻ്റെ ദൗത്യം നിർവഹിച്ചവനാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒരു സമൂഹം ചെയ്യാവുന്ന അത്ര കർമ്മങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്ക് നിർവഹിച്ചു. അതാണ് ഖുർആൻ പറയുന്നത് സൂറത്ത് നഹലിൽ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. തീർച്ചയായിട്ടും ഇബ്രാഹിം നബി ഉമ്മത്തൻ, ഒരു സമൂഹമായിരുന്നു, ഒരു മാതൃകയായിരുന്നു. ഖാനിതൻ ലില്ലാഹ്, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരുന്ന ആളായിരുന്നു. ഹനീഫൻ, ഋജുവായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളായിരുന്നു. വലം യകുൻ മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ ഉൾപ്പെട്ടവനായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ സമൂഹത്തിൻ്റെ വഴികാട്ടിയായി മുമ്പേ നടക്കുന്ന ഇബ്രാഹിം നബിയെ മാതൃകയാക്കി സമൂഹത്തിൽ ഈ രൂപത്തിൽ വളരെ സജീവമായി ഇടപെടുവാൻ നമ്മൾക്ക് സാധിക്കണം. അത്തരം ഇബ്രാഹിമുകളായി നമ്മൾ തീരണം. റബ്ബ് തആല അത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ മാതൃകകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും അത് ജീവിതത്തിൽ മാതൃകയാക്കി തീർക്കുകയും ചെയ്യുക. അത്തരം ആളുകൾ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.